ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും മ്യാൻമയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് കുറച്ച് നല്ല എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ക്രിസ്മസ് ക്രാഫ്റ്റ് ആയിട്ടാണ്. ക്രിസ്മസ് ഒക്കെ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഡെക്കറേഷനൊക്കെ തുടങ്ങിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നല്ല എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന കുറച്ച് ക്രിസ്മസ് ക്രാഫ്റ്റ് ആണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ ക്രാഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു തെർമോക്കോൾ ബോൾ എടുത്തിട്ടുണ്ട്. നമ്മുടെ ക്രിസ്മസ് ട്രീയിലൊക്കെ തൂക്കുന്ന പോലത്തെ ബോളാണ് ഇത്. പ്ലെയിൻ ആയിട്ടുള്ള വൈറ്റ് കളറിലെ ബോളാണ്. അപ്പോൾ ഞാനൊരു കുപ്പീൻ്റെ അടപ്പ് എടുത്തിട്ടുണ്ട്. അത് പശയും വെള്ളം കൂടി കലക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് പശയും വെള്ളവും കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനൊരു പേപ്പർ വെക്കുന്നുണ്ട് ചെയ്യുമ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട്. എന്നിട്ട് ഞാനൊരു ബ്രഷ് ഉപയോഗിച്ച് ആ പശയും വെള്ളം കൂടി മിക്സ് ചെയ്ത് മിക്സ്ചർ ഞാനിങ്ങനെ ആ ബോളിലേക്ക് തേക്കുകയാണ്. നല്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ബോൾ ഫുള്ള് ആ പശയും വെള്ളം കൂടിയുള്ള മിക്സ്ചർ നമുക്ക് തേച്ചെടുക്കാം. അതിനുശേഷം ഞാനിവിടെ റെഡ് കളറിലെ ഗിൽറ്റ് എടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഗിൽറ്റാണ് ഞാൻ എൻ്റെ മുകളിലേക്ക് ഇടുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്രാഫ്റ്റ് എന്ന് വെച്ചാൽ ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഗിൽറ്റ് ഇടുമ്പോൾ ഒരു പേപ്പറിൻ്റെ മുകളിൽ വെച്ച് ചെയ്യാതെ നോക്കുക. അപ്പോൾ നമുക്ക് ബാക്കി വന്ന ഗിൽറ്റ് നമുക്ക് എടുക്കുകയും ചെയ്യാം. വൈറ്റ് ഗ്യാപ്പ് കാണുന്ന എല്ലാ സ്ഥലത്തും നമുക്ക് ഗിൽറ്റൊക്കെ ഇട്ട് നല്ല ഭംഗിയാക്കി എടുക്കാം. ഇനി ഈ ബോൾ കുറച്ചും കൂടി വലിയ ബോളാണെങ്കിൽ നിങ്ങൾക്ക് ഗിൽറ്റ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ചെറിയ ചെറിയ സ്റ്റാർസ് വെട്ടിയിട്ട് ഒട്ടിക്കാം. അപ്പം ഞാൻ എടുത്തത് ചെറിയ ബോളായതുകൊണ്ട് അത് ഒട്ടിച്ച ഭംഗി ഉണ്ടാവില്ല. കുഞ്ഞു കുഞ്ഞു സ്റ്റാർസ് വൈറ്റ് കളർ വെച്ചിട്ട് ഒട്ടിക്കാം. അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ ഫസ്റ്റ് വൺ. അപ്പോൾ അടുത്ത ക്രാഫ്റ്റിനായിട്ട് അതുപോലെ തന്നെ ഒരു ബോൾ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കുഞ്ഞു കുഞ്ഞു തെർമോക്കോൾ ബോൾസാണ് എടുത്തിരിക്കുന്നത് കളർഫുള്ളായിട്ട്. നിങ്ങൾക്ക് പ്ലെയിൻ വൈറ്റ് റെഡ് അത് മാത്രമായിട്ട് എടുക്കാം. ഞാൻ ഇപ്പോൾ കളർഫുള്ളായിട്ടുള്ള ബോൾസാണ് എടുത്തിരിക്കുന്നത്. ഈ ഗം ഉപയോഗിച്ച് നമ്മൾ നേരത്തെ എടുത്ത വലിയ ബോളിൽ ഇങ്ങനെ ഓരോ ബോൾസായിട്ട് ഒട്ടിച്ച് കൊടുക്കാം. കുറച്ച് സമയം എടുക്കും ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് വരാൻ. പക്ഷേ ഔട്ട്ലുക്ക് നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ക്രാഫ്റ്റ്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ക്രാഫ്റ്റ്. ഇത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട്. കുറച്ച് സമയം എടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് അടുത്ത ക്രാഫ്റ്റിലേക്ക് പോവാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ഗിഫ്റ്റ് റാപ്പ് എടുക്കുന്നുണ്ട് റെഡ് കളറിലെ. നിങ്ങൾക്ക് റെഡ് കളറിലെ തുണിയോ റെഡ് കളറിലെ പേപ്പറോ എന്താണെങ്കിലും മതി. ഞാൻ ഗിഫ്റ്റ് റാപ്പ് റെഡ് കളറിൽ ഉണ്ടായതുകൊണ്ട് അതെടുത്തതാണ്. ഇതിലൊരു കുപ്പിയുടെ ക്യാപ്പ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഗിഫ്റ്റ് റാപ്പ് പേപ്പർ അതിൽ വെച്ചിട്ട് ഞാൻ പൊതിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഒരു നൂല് ഉപയോഗിച്ച് അത് കെട്ടിയെടുക്കുകയാണ്. നിങ്ങൾക്ക് ഗം വെച്ച് ഒട്ടിക്കണമെങ്കിൽ അങ്ങനെ ഒട്ടിക്കാം. ഞാൻ ഇപ്പോൾ ഒരു നൂല് വെച്ച് കെട്ടിയെടുത്തിട്ടുണ്ട്. ബാക്കി ഒന്നൊന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അത് ഉള്ളിലോട്ടൊന്ന് തള്ളി വെച്ച് കൊടുക്കാം. അപ്പോൾ അതവിടെ സെക്യൂർ ആയിട്ട് ഇരുന്നോളും. പിന്നെ ഒരു വട്ടത്തിലൊരു കാർഡ്ബോർഡ് കട്ട് എടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ തന്നെ ഗിഫ്റ്റ് റാപ്പ് ഉപയോഗിച്ച് ഞാൻ കവർ ചെയ്യുന്നുണ്ട്. അതും നൂല് ഉപയോഗിച്ച് തന്നെ നമുക്ക് കെട്ടിയെടുക്കാം. എക്സസ് ആയിട്ട് വരുന്നത് കട്ട് ചെയ്തും കളയാം. അതിനുശേഷം ഈ മൂടിയും കാർഡ്ബോർഡും കൂടി ഒരുമിച്ച് ഒന്ന് ഒട്ടിക്കാം. ഞാൻ സാധാ പശ വെച്ച് ഒട്ടിക്കാമെന്ന് വിചാരിച്ചപ്പോൾ അത് ഒട്ടില്ല. ഫ്ലെക്സ് ക്യൂക്ക് ഉപയോഗിച്ചാണ് ഒട്ടിക്കുന്നത്. ഇത് കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇതൊരു തൊപ്പിയാണ്. അപ്പോൾ അതങ്ങനെ കുറച്ച് നേരം ഒട്ടാൻ വേണ്ടി ഇരിക്കും. അപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ. അപ്പോൾ അത് ഒട്ടുമ്പോഴത്തേക്കും നമുക്ക് ഒരു വൈറ്റ് കളറിലെ പേപ്പർ നിങ്ങൾക്ക് ആവശ്യമുള്ള തിക്നെസ്സിൽ കട്ട് ചെയ്തിടുക. എന്നിട്ട് ആ തൊപ്പിയുടെ ചുറ്റും ഗ്ലൂ ഉപയോഗിച്ചിട്ട് ആ വൈറ്റ് പേപ്പർ ആ ക്യാപ്പിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ബ്ലാക്ക് കളറാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഞാനൊരു ബോള് നേരത്തെ തെർമോക്കോൾ ബോൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനത് വൈറ്റ് പെയിൻറ് അടിക്കുന്നത് ഓൾറെഡി വൈറ്റ് കളറാണ്. എന്നാലും അതിൻ്റെ മുകളിൽ കുറച്ച് സീക്വൻസ് ഉണ്ട്. അപ്പോൾ അത് കവർ ചെയ്യാനായിട്ട് ഞാൻ വൈറ്റ് കളർ പെയിൻറ് അടിച്ചു. അതിനുശേഷം ഗം ഉപയോഗിച്ച് രണ്ട് കണ്ണൊട്ടിച്ചെടുക്കുന്നുണ്ട്.
അത് ഞാൻ പേപ്പർ വെച്ചിട്ട് വൈറ്റ് പേപ്പർ പെയിൻറ്റ് ചെയ്താലും മതി. ഞാനിപ്പോൾ വൈറ്റ് പേപ്പറും ബ്ലാക്ക് പേപ്പറും ഉപയോഗിച്ചിട്ടാണ് കണ്ണുണ്ടാക്കിയത്. അത് അതിലോട്ട് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടാണ് എന്താണ് ഉണ്ടാക്കണേന്ന്. പിന്നെ ആ തൊപ്പിയും കൂടി അതിലൊട്ടിച്ച് വെച്ചു. പിന്നെ ഞാൻ ഒരു ഓറഞ്ച് കളറിലെ പേപ്പറിൽ മൂക്ക് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പേന ഉപയോഗിച്ച് ഞാൻ ഇങ്ങനെ കുറച്ച് കുത്തിട്ടു. പിന്നെ ടൂത്ത് പിക്ക് ഉപയോഗിച്ച് വേണമെങ്കിൽ കുത്താം. എൻ്റെ കയ്യിൽ ടൂത്ത് പിക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ലോലിപോപ്പിൻ്റെ സ്റ്റിക്കാണ് ഒട്ടിച്ചത്. അപ്പോൾ അത് ഒട്ടിച്ചപ്പോൾ ഞാൻ ജസ്റ്റ് തള്ളി വെച്ചു. അപ്പോൾ അത് സെക്യൂർ ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ എന്തോ ഒരു മണ്ടത്തരത്തിന് ഫ്ലെക്സ് ക്യൂക്ക് എടുത്ത് ഒഴിച്ചു. അപ്പോൾ ഫ്ലെക്സ് ക്യൂക്ക് ഒഴിച്ചപ്പോൾ തെർമോക്കോൾ ജസ്റ്റ് മെൽറ്റായി പോയി. അപ്പോൾ ഞാൻ ഫ്ലോപ്പായി എന്ന് വിചാരിച്ച്, പക്ഷേ കുഴപ്പമില്ല, ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ നമുക്ക് ആ സ്റ്റിക്ക് അതിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതായിരുന്നു മൂന്നാമത്തെ ക്രാഫ്റ്റ്. ഇനി നമുക്ക് അടുത്ത ക്രാഫ്റ്റിലേക്ക് പോവാം. അടുത്ത ക്രാഫ്റ്റ് ഐസ്ക്രീം സ്റ്റിക്ക് ഉപയോഗിച്ചിട്ടാണ്. ഞാൻ ഇവിടെ ഒരു 6 ഐസ്ക്രീം സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. അതിനുശേഷം അത് 2 ട്രയാങ്കിളുടെ രൂപത്തിൽ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇതൊരു സ്റ്റാറിൻ്റെ ഷേപ്പിൽ നമുക്ക് എന്നിട്ട് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമുക്ക് ഐസ്ക്രീം സ്റ്റിക്ക് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് ഒട്ടിയിട്ടുണ്ട്. നമുക്കത് ഫുള്ള് പശ തേക്കാം. പിന്നെ ഞാൻ ഒരു പേപ്പർ വെച്ചിട്ടുണ്ട്. അതും ഗിൽറ്റ് യൂസ് ചെയ്യുമ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ഗ്രീൻ കളറിലെ ഗിൽട്ടാണ്. ആ പേപ്പറിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഗിൽറ്റ് ഇടുന്നത്. ഇനി അവിടെ 2 റോസ് എടുത്തിട്ടുണ്ട്. ഇത് കടയിൽ നിന്ന് വാങ്ങിക്കുന്നതാണ്. അതിൻ്റെ പുറത്തുള്ള സംഭവമൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ആ റോസ് മാത്രമായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഈ സ്റ്റാറിൻ്റെ ഒരു കോർണറിലായിട്ട് ഞാൻ 2 റോസ് ഒട്ടിച്ചു. 3 റോസ് ഒട്ടിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും. അപ്പോൾ എൻ്റെ കയ്യിൽ 3 റോസ് ഇല്ലാത്തതുകൊണ്ട് 2 എണ്ണം ഒട്ടിച്ചു. പിന്നെ ഞാൻ നേരത്തെ കണ്ട തെർമോക്കോൾ ബോൾസിൽ നിന്ന് ഗ്രീൻ കളർ എടുത്തിട്ട് 2 എണ്ണം റോസിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് ഒട്ടിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ക്രാഫ്റ്റും. നല്ല എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന 4 ക്രാഫ്റ്റാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന 4 ക്രാഫ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇതെന്തായാലും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ആ ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക.